മാവേലിക്കരയിൽ ഉണ്ണി ബാലകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷ് ആന്റി ഇൻകംബൻസി നേരിട്ടു. അരുൺകുമാറാണ് ചെറുപ്പക്കാരന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ കലാശാലയിൽ നിന്നും പാർലമെന്റിൽ പിന്നെ ഉള്ള അത്രയും എക്സ്പീരിയൻസ് അല്ലേ? ഇപ്പൊ 35 വർഷമായിട്ട് പാർലമെന്റ് അരുൺ അതിനേക്കാളും പ്രായം കുറവാണ്. പക്ഷെ അഡ്വാൻറ്റേജ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനാണ്. കൊടിക്കുന്നിൽ സുരേഷ് നല്ല ഇലക്ഷൻ മാനേജറാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്രാവശ്യം മാവേലിക്കരയിൽ വിജയിച്ചു വരും. കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ. ഞാനും അത് തന്നെ പറയുന്നു, നേരിയ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് അരുൺകുമാറിന് സാധ്യത ഞാൻ കാണുന്നു. കൊടിക്കുന്നിൽ സുരേഷിൽ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷം അത് മാനേജ് ചെയ്തു അരുൺകുമാർ. ഞാൻ കൊടുക്കുന്നത് സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് നോക്കൂ. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് 4 പേർ കൊടിക്കുന്നിൽ സുരേഷ്, 2 പേർ അരുൺകുമാറിനോടൊപ്പം നിൽക്കുന്നു. സ്വാഭാവികമായും ബാക്കി കുറേ ഫാക്ടേഴ്സ് അതിനുള്ളിലുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. നമുക്കിനി അടുത്ത ഫാക്ടറിലേക്ക് പോകാം. ഇടുക്കിയിൽ ജോയ്സും ഒപ്പം ഡീൻ കുര്യാക്കോസും ടഫായിട്ടുള്ള കോമ്പറ്റീഷനാണെന്ന് എനിക്കറിയാം. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഹൈ റേഞ്ച് മുഴുവൻ ഒരു പരിധിവരെ ജോയ്സിനോടൊപ്പം നിൽക്കുകയും താഴ്വാരം ഡീനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ വലിയ ഭൂരിപക്ഷമായിരുന്നു 2019 ഉണ്ടായിരുന്നത്. ഇടുക്കിയും ഈ പറഞ്ഞ കണക്ക് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ മണ്ഡലമാണ്. ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും ഒരേ സഭയിൽ നിന്ന് തന്നെ വരുന്ന ആളുകളാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അഡ്വാൻറ്റേജ് ഡീൻ കുര്യാക്കോസിനാണ്. വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറയുമെങ്കിലും ഡീൻ കുര്യാക്കോസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു വരും. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിക്കില്ല, പക്ഷെ വിജയിക്കും. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായി ഞാൻ കാണുന്നയാളാണ് ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇടുക്കിയെ പോലെ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതും ജോയ്സ് ജോർജാണ്. എല്ലാ വിഷയങ്ങളിലും, കർഷക വിഷയം മുതൽ ഭൂമി പട്ടയ വിഷയങ്ങളടക്കം എല്ലാ വിഷയങ്ങളിലും ആഴത്തിൽ പഠിക്കുകയും അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവും ആർജിച്ചിരിക്കുന്ന ഒരു LDF സ്ഥാനാർത്ഥിയാണ് ജോയ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ കമ്മ്യൂണിറ്റി സഭ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് ഡീൻ കുര്യാക്കോസിനോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു വിഭാഗം BJPക്കൊപ്പവും പിന്തുണച്ചിട്ടുണ്ട് ഇടുക്കിയിൽ. ആ വിഷയമടക്കം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സമയമെല്ലാം ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ഗോസ് ടു BDJs ആണ് മത്സരം. BDJs. അതുകൊണ്ട് ഡീനാ പോവുക സ്വാഭാവികമായും ആ വോട്ട്. അവനൊരു മാൻ ആൻഡ് ആനിമൽ അഡ്വാൻറ്റേജ് ഡീൻ. ഞാൻ ടൈ ഷാർജി ടൈ പറയാനുള്ള പ്രൊവിഷൻ അല്ലോ. ഉപാധി പറഞ്ഞിരുന്നു ടൈ ടൈ പോസിബിൾ ആണോ? നമുക്ക് അഡ്വാൻറ്റേജ് പറയൂ. അഡ്വാൻറ്റേജ് പറയൂ സർ. അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും ടൈ പറയും. നമുക്ക് ടൈ പറയാൻ നമുക്ക് പറയാം. ടൈ ഇല്ല, മത്സരം തുടങ്ങി കഴിഞ്ഞാൽ ടൈ ഉള്ളവർക്ക് ടൈ പറയാന്നേ. ഓക്കെ, ടൈ ഓക്കെ ഫൈൻ. അപ്പം ആൻറ്റോ അല്ല, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ഈ ജോയ്സ് ജോർജ് ഇനി മുതൽ ഞാൻ ടൈ പറയും. അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനല്ല, നമ്മൾ വാശി പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ടൈ പറയണം. പത്തനംതിട്ടയിൽ ടൈ ആണ് എന്നെ സംബന്ധിച്ച്. പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞു സ്ലൈറ്റ് അഡ്വാൻറ്റേജ്. എനിക്ക് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് പോലും പറയാനില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതല്ലോ, സാധ്യതയല്ലേ പറയണം. ശരി, അല്ല, ഞാനും ഇത് തന്നെയാണ്. അവിടെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം കാര്യമായി ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. അവിടെ ജോയ്സ് ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ്. ഈ ടൈയിന്റെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എങ്കിലും അവിടെ ഡീൻ കുര്യാക്കോസ് ആണ്. അതായത് ജോയ്സ് ജോർജിന് സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിന്റെ കാര്യം. ജോയ്സ് ജോർജിന് ഒരു സാധ്യതയില്ല. ഡീൻ കുര്യാക്കോസ് പാട്ടും പാടി ഇടുക്കി ജയിക്കും. ഇനി നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നു.